ശ്രീ പി സി ജോർജ്, പി വി അൻവർ കുറെ ദിവസങ്ങളായിട്ട് ആഭ്യന്തരം ഭരിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ കേരളത്തിലെ പോലീസ് ഒരു ബോംബ് പൊട്ടിക്കാൻ. എന്റെ ഒരു ചോദ്യം ഇതാണ്, കേരളത്തിൽ ആഭ്യന്തരം ഭരിക്കുന്നത് പി വി അൻവർ ആണോ, കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണോ? നല്ല ചോദ്യം. എനിക്ക് ചിരി വരുന്ന വെച്ചാൽ ഇവർ രണ്ടുപേരും അല്ല ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പിണറായിയുടെ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പി അൻവർ ഒരു കാര്യമില്ല. അയാളെ ഒരു MLA എന്നതിനെ പോലും അവരാരും അംഗീകരിക്കുന്നില്ല. പാർട്ടി കമ്മിറ്റി തള്ളി കളഞ്ഞു. ഇപ്പൊ ഭരിച്ചോണ്ട് AGP ഉണ്ട്, ADGP എന്ന് പറയും. അയാളാണ് ആഭ്യന്തരം ഭരിച്ചോണ്ടിരിക്കുന്നത്. അയാളാണ് കൊലപാതകം നടത്തുന്നതും പിള്ളേരെ പിടിച്ച് ബലമായിട്ട് കേസെടുപ്പിക്കുന്നതും കള്ളക്കേസ് ഉണ്ടാക്കുന്നതും ബലാത്സംഗം നടത്തുന്നതും സ്ത്രീകളെ കൊല്ലുന്നതും ഒക്കെ എവനാണ് ADGP. അയാളെ ആഭ്യന്തരം പിടിച്ചുകൊണ്ടിരിക്കുക. ആഭ്യന്തരത്തിന്റെ ഭരണമാണ് ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ആണോ പിണറായി ആണോ എന്ന് ചോദിച്ചാൽ പിണറായിക്ക് ഒരു കാര്യമില്ല. പിണറായി സ്വന്തമായിട്ട് കൈക്കൂലി മേടിച്ച് കാശുണ്ടാക്കി കുടുംബത്തിന് പണം ഉണ്ടാക്കി രാജ്യം കറങ്ങി നടക്കുന്നത് എന്ന് മാത്രം ആണ് അയാളുടെ പിണറായി വിജയൻ. ADGP എന്ന 10 ചക്രം ഉണ്ടാക്കുക മാത്രമല്ല, വ്യഭിചാരം നടത്തുന്നു, കൊലപാതകം നടത്തുന്നു, എല്ലാം നടത്തി മുന്നോട്ട് പോകുന്നു എന്നാണ് അൻവറിന്റെ പ്രസ്താവന ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മറ്റു പല രീതിയിൽ നിന്ന് കേട്ടുള്ള എന്റെ അറിവ് അത് തന്നെയാണ്. ഇത് വളരെ അപമാനകരമായ സ്ഥിതിയാണെന്നാണ് എന്റെ അഭിപ്രായം. കേരളത്തിൽ മുഖ്യമന്ത്രി അറിയേണ്ട കാര്യങ്ങൾ ഇതൊക്കെ. ഇപ്പൊ പി വി അൻവർ പുറത്തു പറഞ്ഞപ്പോൾ ജനം ഇത് അറിയണത്. മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കുന്നില്ല? അത് എന്താ വെച്ചാൽ അങ്ങനെ ഒരു കാര്യമില്ലെന്ന്. അങ്ങനെ മുഖ്യമന്ത്രി കസേരയിരിക്കുന്ന ബോധ്യം മരവിച്ചു പോയി. അങ്ങനെയുള്ള ബോധമില്ല. ഈ 10 വണ്ടിയുടെ ഞാൻ ഉദാഹരണം പറയട്ടെ. ഇപ്പൊ ഈ ഹെലികോപ്റ്റർ 90 ലക്ഷം രൂപ വാടകയ്ക്ക് ഒരു മാസം വാടകയ്ക്ക് കൊടുത്തവിടെ തിരുവനന്തപുരത്ത് കിടപ്പുണ്ട്. ഇയാളത് കയറി കണ്ടിട്ടുണ്ടോ? ആരാണ്ട് ഗുളിക ഈ കൂടൊപ്പം വെക്കുന്ന ഒരാണ്ട് പറഞ്ഞ് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ കയറിയാൽ മരണം ഉടനെ ഉണ്ടെന്ന്, അതുകൊണ്ട് അത് കയറുകയില്ല. പിന്നെ ഈ വാടകയും കൊടുത്ത് മേടിച്ചിട്ടിരിക്കുന്നത് ഒരു അന്ധവിശ്വാസിയും എംപോക്കിയായിട്ടുള്ള ആളായിരുന്നു മുഖ്യമന്ത്രി ഇട്ടിരിക്കുന്ന കേരളത്തിന്റെ കഷ്ടകാലം തന്നെ എന്താ പറയുന്നത്? ഇപ്പൊ അതിനകത്ത് കൊള്ളാവുന്ന മന്ത്രിമാർ 1 2 പേര് 2 3 പേര് കൊള്ളാവുന്ന മന്ത്രിമാരെ. ഞാൻ എല്ലാവരും ഒന്നും കുറ്റപ്പെടുത്താൻ ഞാനില്ല. ആ ധനകാര്യമന്ത്രിയെ പറ്റി അങ്ങനെ എന്ത് ചെയ്യണം? ഇതുപോലെ 5 ലക്ഷം കോടി രൂപ കടമുണ്ടാക്കി വെച്ചിട്ട് ഇപ്പോഴും കേരളത്തെ പിടിച്ചു നിർത്തുന്ന ധനകാര്യമന്ത്രിയെ പറ്റി എങ്ങനെ മോശം പറയും? അതിനെപ്പറ്റി നല്ല അഭിപ്രായം എനിക്കുള്ളൂ. അതുപോലെ വ്യവസായ മന്ത്രിയെ പറ്റി നല്ല അഭിപ്രായം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിന് ഭേദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ട്രാൻസ്പോർട്ട് മന്ത്രിയെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമുള്ളൂ. അയാളും നല്ല ട്രാൻസ്പോർട്ട് ഉള്ളതുകൊണ്ട് നന്നാക്കി എടുക്കുന്നുണ്ട്. ഭക്ഷ്യവകുപ്പിനെ പറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യം ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. റവന്യൂ മന്ത്രി പിന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ഞാൻ റവന്യൂ മന്ത്രിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ശക്തമായ ചില ഇടപെടലിലേക്ക് നീങ്ങിയിട്ടുള്ളതാണ് എനിക്ക് സന്തോഷം. അതുകൊണ്ട് പിണറായിന് യാതൊരു ബോധമില്ല, ഒന്നുമില്ലാത്തൊരു മനുഷ്യനെ. അയാളെപ്പറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ എന്തും ചെയ്യട്ടെ, കർണമായിട്ട് പോയി നടിക്കേണ്ടതാണ് എന്റെ അഭിപ്രായം. അതുപോലെ മറ്റൊരു തെരഞ്ഞെടുപ്പ് സാർ, പി വി അൻവർ ADGPക്ക് മാത്രമല്ല പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അത് പാർട്ടി പോലും അന്വേഷിക്കുന്നില്ല. ഞാൻ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാൻ കഴിയും. ഇത് പിണറായി, ഞാൻ എത്രയോ കൊല്ലമായിട്ട്, ഒരു 3 കൊല്ലമായിട്ട് ഞാൻ പറഞ്ഞത് പിണറായിസമാണ്. കമ്മ്യൂണിസം തീർന്നു പോയി കേരളത്തിൽ. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുമായിട്ടുള്ള അവരൊക്കെ ഇട്ടേക്ക് പോയി. നമ്മുടെ ഉദാഹരണം നമ്മുടെ എന്ത് പറഞ്ഞ ജയരാജൻ, EP ജയരാജൻ നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ്. അത് നിഷേധിക്കാൻ പറ്റുമോ? നമ്മുടെ ഞാൻ ചോദിക്കട്ടെ, മുൻ പീഡബ്ല്യു മന്ത്രിയെ പറ്റി എങ്ങനെ അങ്ങനെ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ലേ സുധാകരൻ? ഇത്ര നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനല്ലേ? MLA നല്ല കമ്മ്യൂണിസ്റ്റുകാരനല്ലേ? ഇവരൊക്കെ നിർത്തി. ഐസക്ക് ധനകാര്യമന്ത്രി ഐസക്ക് നല്ല കമ്മ്യൂണിസ്റ്റുകാരനല്ലേ? അയാളൊക്കെ ഏറ്റവും നല്ല കമ്മ്യൂണിസം പഠിച്ച് പാസ്സായവരാണ്. അവരെയൊക്കെ നിർബലമാക്കി അകറ്റി നിർത്തിയിരിക്കല്ലേ? ഒരു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട മനുഷ്യനുണ്ടായിരുന്നു. അയാളെ MLA ആയിട്ട് നല്ല മുന്നോട്ട് വന്നുകൊണ്ടിരുന്ന അടുത്ത മുഖ്യമന്ത്രി സാധ്യതയുള്ള മരുമനെ തട്ടിപ്പോവും. ഇനി ഞാൻ ചത്താൽ അതിന് പറയാം രാധാകൃഷ്ണൻ മുഖ്യമന്ത്രി ആയെങ്കിലോ എന്ന് പേടിച്ചിട്ട് അയാളെ പിടിച്ച് പാർലമെന്റിലേക്ക് അയാൾ ജയിച്ചു. പാർലമെന്റിൽ അങ്ങനെ ഗുണം പറ്റി. പക്ഷെ അയാളെ ഇവിടെ കേരളത്തിൽ കിട്ടാറില്ലേ? അത് നല്ല മന്ത്രിയല്ലേ? രാധാകൃഷ്ണനെ പോലെ നാട് കടത്തിയില്ലേ? ഇത് സ്വന്തം മരുമനെ എല്ലാം മുസ്ലിം തീവ്രവാദികളിലേക്ക് കേരളത്തിൽ നിർബന്ധപ്പെട്ട് ഓടുക. ഇത് പ്രതികരിക്കുന്ന നില ഉണ്ടാകാൻ എന്റെ അഭിപ്രായം.